നമസ്കാരം. വീണയൻ വാർത്താ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think Spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. നാട്ടികയിൽ നിന്ന് മനുഷ്യ മനസാക്ഷിയെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന വാർത്ത. മൂക്കറ്റം മദ്യപിച്ച് ക്ലീനർ ഓടിച്ച മരലോറി പാതയോരത്ത് ഉറങ്ങിക്കിടക്കുന്നവരുടെ ശരീരത്തിലൂടെ കയറിയിറങ്ങി 2 പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ 5 പേർക്ക് ദാരുണാന്ത്യം, 7 പേർക്ക് പരിക്കേറ്റു. 3 പേരുടെ ആരോഗ്യനില അതീവ ഗുരുതരം. നാട്ടിക JK തിയേറ്ററിനു സമീപമാണ് അപകടവും ദുരന്തവും. പാലക്കാട് ഗോവിന്ദാപുരം സ്വദേശികളാണ് ദുരന്തത്തിനിരയായത്. ദുരന്തം വിതച്ച് ലോറി നിർത്താതെ പോകാൻ ശ്രമിച്ച ഡ്രൈവറെയും സഹായിയെയും നാട്ടുകാർ പിടികൂടി പോലീസിലേൽപ്പിച്ചു. ലോറി ജനങ്ങൾ തകർത്തു. മദ്യലഹരിയിൽ ജീവനക്കാർ മരലോറി ഓടിച്ചത് 200 കിലോമീറ്റർ ദൂരം. നാട്ടിക ചൊവ്വാഴ്ച പുലർച്ചെ ഉറക്കമുണർന്നത് കൂട്ടക്കരച്ചിലേക്ക്. നാട്ടിക ദുരന്തം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ദുരന്തമുഖത്തു നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട 23-കാരൻ അച്ചു. ഗർഭിണിയായ ഭാര്യയെ കുതിച്ചെത്തിയ ലോറിക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് തലനാരിഴയ്ക്ക്. ഉറ്റവരുടെ ശരീരത്തിലൂടെ ലോറി ഓടിക്കയറുന്നതിന് ദൃക്സാക്ഷിയാകേണ്ടി വന്നതിൻ്റെ ഞെട്ടലിൽ നിന്ന് മോചിതനാകാതെ യുവാവ്. മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിന് മുന്നിൽ കണ്ണീരൊഴുക്കി ദുരന്തത്തിനിരയായവരുടെ കുടുംബങ്ങൾ. നാട്ടിക ദുരന്തം. ലോറിയുടെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്തു. ലോറി ഉടമയ്ക്ക് നോട്ടീസ്. ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കും. നിരത്തുകളിൽ രാത്രികാല പരിശോധന കർശനമാക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. പരിശോധനയ്ക്ക് വാഹനം ലഭ്യമല്ലാത്തത് പ്രതിസന്ധിയെന്ന് മന്ത്രി. വാഹനം ലഭ്യമാക്കാൻ ധനവകുപ്പിനോട് ആവശ്യപ്പെട്ടതായും ഗതാഗത മന്ത്രി. കുറ്റക്കാരെ വെറുതെ വിടില്ലെന്ന് റവന്യൂ മന്ത്രി K രാജൻ. കേസെടുത്ത് മനഃപൂർവമായ നരഹത്യയ്ക്ക് നടപടി സ്വീകരിക്കും. നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ ആളുകൾ കിടന്നുറങ്ങാനുണ്ടായ സാഹചര്യം പിന്നീട് പരിശോധിക്കുമെന്നും മന്ത്രി. നാട്ടിക അപകട ദുരന്തത്തിൽ ഇരകളായ നാടോടി കുടുംബങ്ങൾക്ക് പരമാവധി സഹായം ഉറപ്പാക്കാൻ സർക്കാർ പ്രതിനിധിയായി മന്ത്രി MB രാജേഷിനെ ചുമതലപ്പെടുത്തി. മരണമടഞ്ഞവരുടെ സംസ്കാര ചിലവുകൾ സർക്കാർ വഹിക്കും. പരിക്കേറ്റവരുടെ ചികിത്സാ ചിലവുകളും ഏറ്റെടുക്കും. മരണമടഞ്ഞവരെ ആശ്രിതരെ കണ്ട് ചർച്ച നടത്തി ആശ്വസിപ്പിച്ച് മന്ത്രി. പ്രതികൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തതായി കളക്ടർ അർജുൻ പാണ്ഡ്യൻ. തൃശൂർ പൂരം കലക്കിയത് പോലീസ് എന്ന് തിരുവമ്പാടി ദേവസ്വം ഹൈക്കോടതിയിൽ. പൂരം എഴുന്നള്ളിപ്പിൽ പോലീസ് ഇടപെട്ടു. സ്വരാജ് റൗണ്ടിലെ എല്ലാ വഴികളും ബ്ലോക്ക് ചെയ്തുവെന്നും കോടതിയിൽ. പൊതുജനത്തിന് എഴുന്നള്ളിപ്പ് കാണാനുള്ള അവസരം നിഷേധിച്ചു. ബൂട്ടിട്ട് ക്ഷേത്ര പരിസരത്ത് കയറിയെന്നും സത്യവാങ്മൂലത്തിൽ വെളിപ്പെടുത്തൽ. ഉത്സവങ്ങളെ തകർക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ പ്രതിഷേധമുയരുന്നു കേരളമാകെ. ആന എഴുന്നള്ളിപ്പിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് ആവശ്യം. പ്രക്ഷോഭം പടരുന്നു തെരുവോരങ്ങളിലേക്കും. വരവൂരിൽ പൂരോത്സവ സംരക്ഷണ കൂട്ടായ്മ പ്രതിഷേധ ധർണ നടത്തി. പൂരപ്രേമി സംഘം ജില്ലാ സെക്രട്ടറി M ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. വരും തലമുറയെ കീഴ്പ്പെടുത്തി കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കുന്ന ലഹരി മാഫിയക്കെതിരെ കലഹക്കാഹളമുയർത്തി നന്മയുടെ നാട് മുണ്ടത്തിക്കോട്. അക്രമികളെ തുരത്താൻ ബഹുമുഖ കർമ്മ പദ്ധതി. നാട്ടിൽ സമാധാനം നിലനിർത്താൻ ജനകീയ പ്രതിരോധ സമിതിക്ക് രൂപം നൽകി. 101 അംഗ കമ്മിറ്റി മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ബോധവൽക്കരണം നടത്തും. ഗുണ്ടാപ്പടക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥർ നാടിനൊപ്പം കൈകോർക്കും. വടക്കാഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഓഫീസർമാർ ചൊവ്വാഴ്ച നടത്തിയത് അതിസാഹസികമായൊരു രക്ഷാപ്രവർത്തനം. പ്രാപ്പിടിയൻ ഇനത്തിൽപ്പെട്ട പക്ഷിക്ക് പുനർജന്മം നൽകിയ
ഉദ്യോഗസ്ഥർ തീർത്തത് സർവീസ് ചരിത്രത്തിലെ പുതിയ അർപ്പണം. വേറിട്ട ഇനങ്ങളിൽപ്പെട്ട പക്ഷികളെ വേട്ടയാടുന്നവരുടെ ക്രൂരതയിൽ കാലിൽ പ്ലാസ്റ്റിക് കയറുമായി 45 അടി ഉയരത്തിൽ തലകീഴായി കുടുങ്ങിയ പക്ഷിയെയാണ് ഉദ്യോഗസ്ഥ സംഘം പുതുജീവിതത്തിലേക്ക് നയിച്ചത്. പാർലിക്കാട് റെയിൽവേ ഗേറ്റ് പരിസരത്താണ് സംഭവം. ഉദ്യോഗസ്ഥർക്ക് കൈയടിച്ചേ നാട്. വരാനിരിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷൻ BJP പിടിച്ചെടുക്കുമെന്ന് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭ സുരേന്ദ്രൻ. പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വെല്ലുവിളി ഏറ്റെടുക്കുന്നതായും ശോഭ. പാലക്കാട് നഗരസഭയിൽ ഒരു നേട്ടവും ഉണ്ടാക്കാൻ കോൺഗ്രസിനാവില്ല. ഒരു കൗൺസിലർ പോലും അധികമുണ്ടാകില്ലെന്നും അത് വെല്ലുവിളിയായി ഏറ്റെടുക്കുകയാണെന്നും ശോഭ സുരേന്ദ്രൻ. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടിയുടെ അവകാശം. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കേരള യാത്രയ്ക്ക് ജില്ലയിൽ അത്യുജ്വല സ്വീകരണം. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെയുള്ള വിദ്യാഭ്യാസ ജാഥയ്ക്ക് അത്താണിയിൽ വരവേൽപ്പ്. വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണം. നൂറ്റാണ്ടിന്റെ പഴക്കമുള്ള വടക്കാഞ്ചേരി കോടതികൾക്ക് പുതിയ കെട്ടിട നിർമ്മാണത്തിന് പദ്ധതി തയ്യാറാക്കണമെന്ന് ഹൈക്കോടതി. അടിയന്തര നടപടി സ്വീകരിച്ച് അധികൃതർ. സ്ഥലത്തിന്റെ സ്കെച്ച് തയ്യാറാക്കി അതിർത്തികൾ നിർണ്ണയിക്കാൻ റവന്യൂ വകുപ്പിനും പ്ലാനും എസ്റ്റിമേറ്റും തയ്യാറാക്കാൻ പൊതുമരാമത്ത് വകുപ്പിനും നിർദ്ദേശം നൽകി സേവ്യർ ചിറ്റിലപ്പിള്ളി MLA. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം തല അവലോകന യോഗത്തിലാണ് തീരുമാനം. കെട്ടിട നിർമ്മാണം സെൻട്രലി സ്പോൺസേഡ് സ്കീം ഫോർ ഡെവലപ്മെന്റ് ഓഫ് ജുഡീഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടും ആനുപാതികമായി സംസ്ഥാന സർക്കാർ ഫണ്ടും ഉപയോഗിച്ച്. മുണ്ടൂർ പഞ്ഞമ്മൂലയിൽ സ്കൂൾ ബസ് ലോറിക്ക് പുറകിൽ ഇടിച്ചു കയറി അപകടം. ലോറി ഡ്രൈവർ ഉൾപ്പെടെ 5 പേർക്ക് പരിക്ക്. ലോറിയെ മറികടക്കാൻ സ്കൂൾ ബസ് ശ്രമിച്ചതോടെയാണ് അപകടമെന്ന് ദൃക്സാക്ഷികൾ. കുന്നംകുളം പോലീസ് ക്വാർട്ടേഴ്സിന് സമീപം നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ചു കയറി 4 പേർക്ക് പരിക്ക്.